ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. അയ്യനെ കാണാൻ കാൽനടയായി അനന്തപുരിയിൽ നിന്നെത്തുന്ന സംഘം ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. കഴിഞ്ഞ 18 വർഷമായി ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന പെരിയസ്വാമിയായ ഭൂചന്ദ്രനും സംഘവും ഭസ്മകുളത്തിന് സമീപം തെങ്ങുംതൈ നട്ടാണ് മടങ്ങിയത്. പ്രസാദ് MC തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സന്നിധാനത്തേക്ക് പോകുന്ന വേളയിലാണ് കാൽനടയായി യാത്ര ചെയ്യുന്ന ഈ സ്വാമി ഭക്തരെ നമ്മളിപ്പോൾ കേരള വിഷൻ ന്യൂസ് കാണുന്നത്. നിലയ്ക്കലിന് ഏകദേശം അടുത്ത് വെച്ചാണ് ഇവരെ കാണുന്നത്. നമ്മൾ ഇവർ എവിടെ നിന്ന് വരുന്നു, എന്തൊക്കെയാണ് ഇവരുടെ പേരുവിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരുടെ നേരിട്ടിരിക്കും. സ്വാമി ശരണം. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? മുക്കമ്പാലമുടി, നരുവാമുടി മുക്കമ്പാലമുടി, അതായത് തിരുവനന്തപുരം ജില്ലയിൽ. എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് ഇറങ്ങി? 5-ാം ദിവസം. എത്ര വർഷമായിട്ടാണ് നിങ്ങൾ 18ാമത്തെ വർഷമാണ് ഇപ്പോൾ വരുന്നത്. തെങ്ങും തൈ കൊണ്ട് അപ്പൊ അതിന്റെ കൂടെ തെങ്ങുതൈ. സ്വാമിയുടെ പേരെല്ലാം പറയും. എന്റെ പേര് ഭുവനേന്ദ്രൻ എന്ന് വിളിക്കും. ശ്രീനിവാസൻ 2 പേരുണ്ട്. ശ്രീനിവാസൻ പറയും, ഭുവനേന്ദ്രൻ. എന്റെ പേര് പ്രകാശൻ. 14 വർഷം കൊണ്ട് വരികയാണ്. അതിൽ പേര് ഷിബു. ഇവരൊക്കെ നടന്നു വരുന്ന കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ട് അവരുടെ കൂടെ ഞാൻ നടന്നു വരും. ഇത് 4ാമത്തെ തവണ. എന്റെ പേര് ശിവപ്രസാദ്. ഞാൻ 3ാമത്തെ തവണയാണ് വരുന്നത്. ഈ പ്രധാന സ്ഥാനങ്ങളും മറ്റേ കെട്ടുപൊറുക്കിയതൊക്കെ എവിടുന്നാണ്? വീട്ടിൽ നിന്ന് കെട്ടി വരുന്നത്. എല്ലാവരും അതുപോലെ പരമ്പരാഗത രീതിയിലാണ് വരുന്നത്. ക്ഷേത്രങ്ങളിൽ രാത്രി തങ്ങി അവിടെ നിന്ന് കുളിച്ച് വീണ്ടും നടക്കാം. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ എവിടെയൊക്കെ ഫസ്റ്റിൽ നമ്മൾ കയറി തിരുവനന്തപുരത്തെ ഹനുമാൻ ക്ഷേത്രത്തിൽ അന്ന് തങ്ങി. അവിടെ നിന്ന് രാവിലെ കുളിച്ച് തൊഴിലിട്ട് നേരെ പെരപ്പൻകോട് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തങ്ങും. അത് കഴിഞ്ഞ് നേരെ ചടയമംഗലം അവിടെ ഉച്ചയ്ക്ക് തങ്ങും. അവിടെ നിന്ന് വീണ്ടും നടന്ന് കൊട്ടാരക്കര ഗണപതി കോവിലിൽ പോകും, അവിടെ തങ്ങും. അവിടെ നേരെ ഓമല്ലൂർ ക്ഷേത്രം വരും, ഓമല്ലൂർ തങ്ങും. അവിടെ നിന്ന് തിരിച്ച് ഓമല്ലൂരിൽ തിരിച്ച് നേരെ ലാഗാദേവി ക്ഷേത്രത്തിൽ കിടക്കും. അവിടെ നിന്നാണ് രാവിലെ ഇവിടെ പോകുന്നത്. നിലനിൽ അമ്പലത്തിലാണ്, നിലയ്ക്കലാണ് പോകുന്നത്. സന്നിധാനത്തിട്ട് അങ്ങനെ കാൽനടയായി കഴിഞ്ഞ 18 വർഷമായി അയ്യനെ കാണാൻ കാൽനടയായി തിരുവനന്തപുരത്തു നിന്നും ഈ സംഘം എത്തുകയാണ്. അങ്ങനെ അയ്യപ്പനെ കണ്ട് വണങ്ങുന്നതിന്റെ 18 വർഷം പൂർത്തിയാക്കി പെരിയസ്വാമിയുടെ ഓർമ്മ നിലനിർത്തി ഭഗവാന് തെങ്ങുംതൈ നട്ട് സമർപ്പിച്ച ശേഷമാണ് ഈ അയ്യപ്പ സംഘങ്ങൾ അവിടുന്ന് മടങ്ങുന്നത്. നിലയ്ക്കൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MC, പത്തനംതിട്ട. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം.